Hello guys, this is Amal from Hexcent Limited. അപ്പോൾ എക്സെൻറ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ChatGPTയുടെ സെക്കൻഡ് പാർട്ടാണ്. തമിഴിൽ കണ്ട പോലെ തന്നെ. ഓക്കെ, എന്താണ് ChatGPT, എങ്ങനെയാണ് ChatGPT വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ChatGPTയുടെ യൂസ്, നമ്മൾ എങ്ങനെയാണ് അതിൽ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഡയറക്റ്റ് ഈ വീഡിയോയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾക്ക് അപ്പോൾ ഒത്തിരി കൂടി കാര്യങ്ങൾ കണക്റ്റഡ് ആവും. അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, വളരെ ബേസിക്കായിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ChatGPT അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങോ വളരെ ബേസിക് തൊട്ടിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരുന്നത് ഇത്രയും കൂടെ നിങ്ങളുടെ നോളജിന് യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ കീ ഫീച്ചേഴ്സിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്, സ്ട്രക്ചറിങ് ആൻഡ് സെപ്പറേറ്റിംഗ് പ്രോംപ്റ്റ്. സ്ട്രക്ചറിങ് ആൻഡ് സെപ്പറേറ്റിംഗ് പ്രോംപ്റ്റ്, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ. അതായത് ഒരു പ്രോംപ്റ്റിനെ സ്ട്രക്ചർ ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതൊരു ലൈവ് എക്സാമ്പിളിലൂടെ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. സോ ഞാനപ്പോ ആദ്യം തന്നെ ലൈവ് എക്സാമ്പിളിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഓരോ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ എന്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിൽ ഞാൻ ഓൾറെഡി ChatGPT എടുത്തു വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് ChatGPT ലോഗിൻ ചെയ്യാന്നൊക്കെ ഉള്ളത്. വളരെ ബേസിക് ആയിട്ട് എങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം, എന്താണ് പ്രോംപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോ ആ ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് ഇത്തിരി കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, സോ ഞാനപ്പോ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോ കൊടുക്കുന്നത് ഇതാണ്. എനിക്കൊരു ലീവ് ലെറ്റർ വേണം, ഞാൻ അതാണ് കൊടുക്കാം. അപ്പൊ ആ ലീവ് ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ സിസ്റ്റത്തോട് ചോദിക്കാം. പ്രിപ്പയർ മീ എ ലീവ് ലെറ്റർ format. Prepare me a leave letter format for submitting to my office. ഇത്രയേ ഉള്ളൂ, എന്റെ പ്രോംപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് വരും നമുക്ക് നോക്കാം. അത് കണ്ടോ, പിന്നെ ആൻസർ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, കഴിഞ്ഞു. അപ്പോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇത് കണ്ടോ. ഇപ്പൊ ഈ ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഡേറ്റിന്റെ അവിടെ ഡേറ്റ് കൊടുക്കണം, അതിന്റെ ഡേറ്റ്, എന്താ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അത് ഇതിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്, എന്ത് ഫോർമാറ്റാണ്? ജനറൽ ഫോർമാറ്റിലാണ്. മനസ്സിലായോ? ആ ജനറൽ ഫോർമാറ്റ് കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വറി അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്താണ്? ഒരു ജനറൽ പ്രോംപ്റ്റ് ആണ്. മനസ്സിലായോ? സിസ്റ്റം നോക്കുമ്പോൾ അത്രേ ഉള്ളൂ, ഇത്ര ഡീറ്റെയിലിംഗ് ഉള്ളൂ. അപ്പൊ അതിനുള്ളത് എനിക്ക് തരാൻ പറ്റുള്ളൂ. ലൈക്ക് അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ വേണം. എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നതാണ്, ഇന്ന ആൾക്കാണ് ഞാൻ കൊടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെ പ്രോംപ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും, അല്ലെ? അപ്പൊ ഡീറ്റെയിൽസ് കൂടുതൽ ആഡ് ചെയ്യാം. എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് കൂടുതൽ ഒരു പ്രോംപ്റ്റിൽ ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോ ഞാൻ എന്റെ പ്രോംപ്റ്റിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ എഡിറ്റിന്റെ സൈൻ ഉണ്ട്. സോ നമുക്ക് എഡിറ്റ് ചെയ്യാം. പ്രിപ്പയർ മീ എ ലീവ് ലെറ്റർ ഫോർമാറ്റ് ഫോർ സബ്മിറ്റിംഗ് ടു മൈ ഓഫീസ്. ഓക്കെ, ഞാനിപ്പോ കൊടുക്കുകയാണ്. ഞാനിത് മൊത്തം മാറ്റിയിട്ട് ഈ ഒരു ഫോർമാറ്റ് കൊടുക്കുകയാണ്. മൈസെൽഫ് Amal, sorry, myself, Amal, working in an
IT company. ഓക്കെ, ഞാനതും ഡബിൾ കോട്ട്സിൽ കൊടുക്കുകയാണ്. സോ അല്ലെങ്കിൽ ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്. ഇതാണ് Hexcent. ലിമിറ്റഡ്. ഓക്കെ, റഫായിട്ട് ഞാനത് കൊടുത്തു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ എന്താണെന്ന് ആദ്യം സ്പെസിഫൈ ചെയ്തു, ഞാൻ ആരാണെന്ന് കൊടുത്തു, ഞാൻ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് കൊടുത്തു. ഇനി എന്റെ ആവശ്യം കൊടുക്കണം. മനസ്സിലായി? എന്റെ റിക്വയർമെന്റ് എനിക്ക് അവിടെ കൊടുക്കണം. അപ്പൊ എന്താ എന്റെ റിക്വയർമെന്റ് വരുന്നത്? സി, ഐ നീഡ് ടു prepare a leave letter for yesterday, like for leave letter for submitting to my manager. Okay, submitting to my manager. ഞാൻ ഒരു കോമ ഇട്ടു. under reason for leave. Reason for leave is ഞാനത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുകയാണ്. എന്താണ്? സിവിയർ ഫീവർ. ഓക്കെ, ഞാൻ ഇത്രയും കൊടുത്തു. ഇത്രയും ഡീറ്റെയിലിംഗ് ഞാൻ കൊടുത്തു. ഈ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? എന്റെ പേര് ഞാൻ കൊടുത്തു, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം കൊടുത്തു, ഞാൻ ആർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് കൊടുത്തു, എന്റെ റീസണും കൊടുത്തു, ഡേറ്റും കൊടുക്കാം. ഓൺ ഡേറ്റ് ഞാൻ അടുത്ത ഇതാണ് വരുന്നത്. അപ്പൊ സോ ഓൺ ദി ഡേറ്റ് ഏതാ, ഞാൻ ഡേറ്റും മെൻഷൻ ചെയ്യാണ്. 28/11/23. ഞാനൊരു റാൻഡം ഡേറ്റും കൊടുത്തു. ഓക്കെ, സോ ഇനി എങ്ങനെയായിരിക്കും റിസൾട്ട് വരുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾക്കിപ്പോ അറിയാം, നമ്മൾക്കിപ്പോ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ ഹൈലി ഫ്ലുവന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷോ അങ്ങനെയൊന്നും വേണമെന്നില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് എന്നാണ് അത് സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ലാംഗ്വേജിൽ. ഓക്കെ, സോ ഞാനപ്പോ കൊടുക്കുകയാണ്, സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇതുണ്ടോ? എനിക്കിപ്പോ വന്നിരിക്കുന്നതാണോ? ഒരുപാട് മാറ്റമില്ല. നമുക്ക് ആദ്യത്തെ റിസൾട്ടും ഇപ്പോഴത്തെ റിസൾട്ടും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. കാരണം നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാ ഇപ്പൊ ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നില്ലേ, ഇപ്പൊ ഈ ആരോ മാർക്കിൽ ടച്ച് ചെയ്തതിന് നമുക്ക് ആദ്യത്തെ റിസൾട്ട് ആണ് വരുന്നത്. ഇതാണ് എന്റെ പ്രോംപ്റ്റ്, ആദ്യത്തെ പ്രോംപ്റ്റും ആദ്യത്തെ റിസൾട്ടും. നോക്ക്, ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാലും കാര്യം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ നോക്ക്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മാനേജറിന്റെ നെയിം കൊടുത്താൽ നമ്മളുടെ മാനേജറിന്റെ നെയിം കൊടുത്താൽ നിങ്ങളുടെ മാനേജറിന്റെ നെയിം പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, മാനേജേഴ്സ് നെയിം എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഡബിൾ കോട്ട്സിലോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിലോ കൊടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി റൈറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് നമുക്ക് വേണ്ട റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും നമ്മളുടെ ആൻസേഴ്സ് വരിക. ഓക്കെ, സോ ഇതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. ഐ ഹോപ്പ് ദിസ് മെസ്സേജ് ഫൈൻഡ്സ് യു വെൽ. ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഓക്കെ, ലൈക്ക് നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ ഡേറ്റ് അടക്കം നമുക്ക് അവിടെ വന്നു. നമ്മളുടെ എന്താണ് ലീവിനുള്ള കാര്യം അതൊക്കെ എല്ലാം നമ്മൾ ഇതില് മെൻഷൻ ചെയ്യുന്നുണ്ട്. സിവിയർ ഫീവർ. ഓക്കെ, സോറി, ഇവിടെ ഒരു RE കൂടി ഉണ്ട്. സോ സിവിയർ ഫീവർ. അപ്പൊ അത് നമ്മൾക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് ഇനി ഞാൻ പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ഈ പ്രോംപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈല് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തിലേക്ക് പോവാം, കുറച്ച് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ,
സോ ടാക്ടിക്സ് എന്തൊക്കെയാണ്? യൂസ് ഡീലിമിറ്റേഴ്സ്. ഡീലിമിറ്റേഴ്സ് എന്താണ് ഡീലിമിറ്റേഴ്സ്? ഡീലിമിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വേർഡ്, ആ വേർഡിനെ എന്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ ഡബിൾ കോട്ട്സ്, കോമ, ഇത് നമ്മൾ എന്തിൽ കൊടുത്തിട്ടുണ്ട്? നമ്മള് ഈ പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എന്റെ പേര് സ്പെസിഫൈ ചെയ്യാൻ. അതറിയണം, പേരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് പേര്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ റൈറ്റ് എന്ന് തോന്നുന്നത് അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കേട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയാണ്. സോ അത് അടുത്ത, അതായത് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വേറൊരു മീനിങ്ങിലേക്ക് തന്നെ അത് പോകില്ല. അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇത് സിസ്റ്റത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, എന്ത് ഈസി ആയിട്ട് സിസ്റ്റത്തിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിന് നമ്മൾ ഈ ഡീലിമിറ്റേഴ്സ്, അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, കോമ, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ്, ഇതൊക്കെ കൊടുക്കുന്നത് സിസ്റ്റത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇത് നോക്കുക, അതായത് നോക്കുക, ഇത് കണ്ടോ, ഇതാണ് ഡീലിമിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് ഒന്നും കൂടെ നമ്മളുടെ ആൻസർ സ്പെസിഫൈ ചെയ്യാൻ, സിസ്റ്റത്തിന് ഒന്നും കൂടെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാനും അതിന് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, സോ അടുത്തത് എന്താ? ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ടു സ്റ്റാർട്ട് എ ന്യൂ ലൈൻ. ഇപ്പോ ഉണ്ടല്ലോ നമ്മള് ഇതില് ഇപ്പോ ഇവിടെ ടൈപ്പ് ചെയ്തു, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് എൻ്റർ നിൽക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും എക്സിക്യൂട്ട് ആവാണ്, ആൻസർ എക്സിക്യൂട്ട് ആവാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത ലൈനിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ടെങ്കിൽ ഇതിലേക്ക് മനസ്സിലായോ? അതായത് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ നേരെ താഴേക്ക് വരും. ഡയറക്റ്റ് എൻ്റർ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആയിരിക്കും. മനസ്സിലായോ? അതും ഇതിൽ തന്നെ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അതായത് സെപ്പറേറ്റ്, അതാണ് പ്രോംപ്റ്റിനെ സെപ്പറേറ്റ്, അതായത് അടുത്ത ലൈനിൽ വരുമ്പോൾ സെപ്പറേറ്റ് ആയല്ലോ ഓൾറെഡി. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. ദെൻ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. പ്രൊവൈഡ് എക്സാമ്പിൾ. അതായത് ഇതിന്റെ കൂടെ എനിക്ക് ഈ രീതിയിലാണ് വേണ്ടത്, ആ രീതിയിലാണ് വേണ്ടത്. നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ അതിന്റെ കൂടെ തന്നെ പ്രോംപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നത് എന്താ? ഡിസൈഡ് ലെങ്ത് ആണ്. ഡിസൈഡ് ലെങ്ത് നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോ ഞാൻ ഇതില് കൊടുക്കാണ്, പ്ലീസ് കൺക്ലൂഡ് in 70 to 80 words. ഇത്രേ ഉള്ളൂ. ഞാനപ്പോ കൊടുത്തു, എന്താ, എനിക്ക് ഇത്ര വേർഡ്സ് മതി, ഈ വേർഡ്സിൽ മാത്രം ഇതിൽ കൺക്ലൂഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ നിൽക്കി അടുത്ത ഒരു പ്രോംപ്റ്റ് ഞാൻ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആ പോയിന്റ് നമ്മളെ കഴിഞ്ഞു. അതായത് നമ്മളിപ്പോ ഒരു സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം, എനിക്ക് ഇന്നത് തൊട്ട് ഇന്നത് വരെ, അല്ലെങ്കിൽ ഞാനിപ്പോ കൊടുക്കണം 70 എന്ന് പറഞ്ഞാൽ 70 വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മളുടെ അടുത്ത യൂസ് വരുന്നത്. സോ നെക്സ്റ്റ് നോക്കാം. ഡിസൈഡ് ലെങ്ത് കൊടുത്തു. ഔട്ട്പുട്ട് ഫോർമാറ്റ്. ഔട്ട്പുട്ട് ഫോർമാറ്റ് നമുക്ക് ഏത് തരത്തിൽ നമുക്ക് ആൻസർ കിട്ടണം എന്ന് നമുക്ക് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കണം. ഏത് തരത്തിൽ നമ്മൾക്ക് ആൻസർ കിട്ടണം എന്നുള്ളത് നമ്മൾക്ക് സിസ്റ്റത്തിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിപ്പോ ഞാൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതാ, ഞാനിപ്പോ വീണ്ടും എഡിറ്റ് കൊടുക്കുകയാണ്. എഡിറ്റ് കൊടുത്തിട്ട് ഞാൻ കൊടുക്കുകയാണ് should be in a professional format. യൂഷ്വലി പ്രൊഫഷണൽ ഫോർമാറ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുക. പ്രൊഫഷണൽ ഫോർമാറ്റ് എന്ന് കൊടുത്തു. സോറി, അല്ല, അപ്പൊ ആ ഫോർമാറ്റിൽ കുറച്ചും കൂടി വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായോ? എപ്പോഴുള്ള ഫോർമാറ്റിനേലും കുറച്ചുകൂടെ കുറച്ചും കൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം, ഷുഡ് ബി ഇൻ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഫോർമാറ്റോ, എന്താണോ നമ്മൾക്ക് വേണ്ട ഫോർമാറ്റ്, ആ ഫോർമാറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടന്റിനെ കൊണ്ടുവരാം. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു സ്റ്റോറി ചോദിക്കുകയാണ്, അപ്പൊ ഒരു എന്താ പറയാ, ഒരു
കാറ്റിന്റെയും മൗസിന്റെയും സ്റ്റോറി ആണെന്നിരിക്കുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ നമ്മൾ പറയാണ് ഒരു 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം, ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കണം, ഫണ്ണി ഫോർമാറ്റിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഞാൻ എല്ലാ പ്രോംപ്റ്റും ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല. ഇതാണ് ബേസിക് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിക്വയർമെന്റിൽ ആഡ് ഓൺ ചെയ്യാം, മൈനസ് ചെയ്യാം, നിങ്ങളുടെ രീതിയിലായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സോ ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ സെക്ഷനിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം. ഓക്കെ.